പിണറായി സഖാവിന്റെ ഒരു ഭരണ നേട്ടം കൂടി. 108 ആംബുലൻസിൽ ഇനി നഴ്സിന്റെ സേവനം ലഭിക്കില്ല. UDF സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ പദ്ധതി നിർത്തിയവർ തന്നെയാണ് 108 ആംബുലൻസിന്റെ സേവനവും ഇല്ലാതാക്കിയത്. സർക്കാർ പണം നൽകാനുണ്ടെന്ന പേരിലാണ് സേവനം നിയന്ത്രിക്കാൻ കമ്പനി തീരുമാനിച്ചത്. നഴ്സുമാർ ഉള്ളതുകൊണ്ടാണ് 108 ആംബുലൻസിൽ സഞ്ചരിക്കുന്ന രോഗികൾക്ക് പ്രാഥമിക ശുശ്രൂഷ ലഭിച്ച് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. സംസ്ഥാനത്തെ 108 ആംബുലൻസ് നിലവിൽ നടത്തുന്ന GVK EMRI കമ്പനിക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 120 കോടി രൂപയാണ്. ടെൻഡർ അവസാനിപ്പിച്ച് കേരളത്തിൽ നിന്ന് പോയാൽ ഈ തുക ഈടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുമെന്നതിനാലാണ് അടുത്ത 5 വർഷത്തേക്ക് 224 കോടി രൂപ കുറവിൽ നടത്തിപ്പ് ഏറ്റെടുക്കാൻ GVK കമ്പനി മുന്നോട്ട് വന്നതെന്നാണ് സൂചന. ജീവനക്കാരെ വെട്ടിക്കുറച്ചും ശമ്പളം കുറച്ചും ഈ നഷ്ടം നികത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. അതിനിടെ ടെൻഡർ രേഖകളിൽ വ്യാപകമായ മറച്ചുവെക്കലും നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. KMSCL നിയോഗിച്ച സ്വകാര്യ കൺസൾട്ടൻസി നടത്തിയ സാങ്കേതിക പരിശോധനയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേ കമ്പനികൾക്കെതിരെ നടപടിയെടുത്ത കാര്യം പരിഗണിച്ചിട്ടില്ലെന്നാണ് സൂചന. 2019-24 517 കോടി രൂപയ്ക്ക് ഏറ്റെടുത്തിരുന്ന ടെൻഡറാണ് ഇത്തവണ 293 കോടി രൂപയ്ക്ക് GVK EMRI കോട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ആംബുലൻസിനും നഴ്സും ഡ്രൈവറും ഉണ്ടാകണമെന്നായിരുന്നു ചട്ടം. പുതിയ കരാർ പ്രകാരം ആംബുലൻസിൽ നഴ്സ് ഉണ്ടാവില്ല. ലൈഫ് സയൻസ് ബിരുദധാരി വേണമെന്ന് മാത്രമാണ് നിബന്ധന. 23,000 രൂപയായിരുന്ന ശരാശരി നഴ്സിന്റെ ശമ്പളം. പരിശീലനം നൽകി പുതുതായി നിയമിക്കപ്പെടുന്ന ബിരുദധാരികൾക്ക് ശമ്പളം കുറവ് നൽകിയാൽ മതിയാകും. ഇതുപോലെ നിലവിലുള്ള ഡ്രൈവർമാർക്കും കോൾ സെന്ററിലെ ജീവനക്കാരും 5 വർഷത്തിലേറെ സേവനമുള്ളവരാണ്. 21,000, 18,000 രൂപ വീതമാണ് ഇവരുടെ ശരാശരി ശമ്പളം. ഇവരുടെ കരാർ അവസാനിപ്പിച്ചു. പുതുതായി ആളുകളെ നിയമിക്കുന്നതോടെ ആ ചെലവും കുറയ്ക്കാനാണ് പദ്ധതി. നിലവിലുള്ള ജീവനക്കാരെ തുടരാൻ അനുവദിക്കണമോ വേണ്ടയോ എന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം പുതുതായി കരാർ നേടുന്ന കമ്പനിക്കായിരിക്കും എന്ന വ്യവസ്ഥയും ടെൻഡറിൽ ചേർത്തിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞവരെയും പരിഗണിക്കേണ്ടതില്ല. പിരിച്ചുവിടുന്ന ജീവനക്കാരുടെ വലിയ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമായിരിക്കും ഇതുവഴി ഒരുക്കുകയെന്നും ആരോഗ്യരംഗത്തുള്ളവർ കരുതുന്നു. ആവശ്യ സർവീസ് ആയ ആംബുലൻസുകളുടെ സേവനം മുടങ്ങിയാൽ ജനകീയ പ്രതിഷേധത്തിന് വഴിവെക്കും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് 108 ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പദ്ധതിയിൽ നടന്നത് 250 കോടിയിൽ പരം കോടി രൂപയുടെ കമ്മീഷൻ തട്ടിപ്പാണെന്ന് കഴിഞ്ഞ ദിവസമാണ് രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിച്ചത്. 2019-24 കാലഘട്ടത്തിൽ ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ 517 കോടി രൂപയ്ക്കാണ് 316 ആംബുലൻസുകളുടെ നടത്തിപ്പ് 5 വർഷത്തേക്ക് സെക്കന്ദരാബാദ് ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനിക്ക് നൽകിയത്. എന്നാൽ ഇത്തവണ 2025-30 കാലഘട്ടത്തിലേക്ക് 335 ആംബുലൻസുകളുടെ നടത്തിപ്പിന് ഇതേ കമ്പനി ടെൻഡർ ചെയ്തിരിക്കുന്നത് 293 കോടി രൂപ മാത്രമാണ്. ചിലവ് വർദ്ധിപ്പിച്ചിട്ടും കഴിഞ്ഞ തവണത്തേതിന്റെ പാതി തുകയിൽ കൂടുതൽ ആംബുലൻസുകൾ ഓടിക്കാൻ കമ്പനിക്ക് കഴിയുമെങ്കിൽ 2019 പ്രത്യേക ക്യാബിനറ്റ് അനുമതിയുടെ കമ്മീഷൻ ഗുണഭോക്താക്കൾ ആരൊക്കെയെന്ന് അന്വേഷിക്കണം. മുഖ്യമന്ത്രിക്കും അന്നത്തെ ആരോഗ്യമന്ത്രിക്കും ഈ ഇടപാടിൽ പങ്കുണ്ടെന്ന് ചെന്നിത്തല പറഞ്ഞു. ഇത് സംബന്ധിച്ച് രേഖകൾ രമേശ് പുറത്തുവിട്ടിട്ടുണ്ട്. തീവെട്ടിക്കൊള്ളയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്നത്. സെക്കന്ദരാബാദ് ആസ്ഥാനമായ GVK EMRI എന്ന കമ്പനിക്കാണ് 2019 എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി 2 ഇരട്ടി തുകയ്ക്ക് ക്യാബിനറ്റിന്റെ പ്രത്യേക അനുമതിയോടെ ഈ കരാർ നൽകിയത്. ബഹുരാഷ്ട്ര ഗ്രൂപ്പായ GVK ഗ്രൂപ്പിന്റെ ഭാഗമാണ് GVK EMRI. ആദ്യ ടെൻഡർ നൽകിയ 2 കമ്പനികളെ ഒന്നിനെ അയോഗ്യമാക്കിയ ശേഷമായിരുന്നു ഈ പ്രത്യേക ക്യാബിനറ്റ് നടപടി. 2019 ആംബുലൻസ് നടത്തിപ്പിന് ടെൻഡർ കൊടുത്ത GVK EMRI രേഖപ്പെടുത്തിയ തുക യാതൊരു സ്ക്രൂട്ടിനിയും കൂടാതെ ക്യാബിനറ്റിന് മുൻപാകെ വെച്ച് പ്രത്യേക അനുമതി നൽകുകയായിരുന്നു. ടെൻഡർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ പ്രത്യേക അനുമതി നൽകിയത്. ഇതുമൂലം കുറഞ്ഞ പക്ഷം ഖജനാവിന് 250 കോടിയുടെ എങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ട്. അന്ന് 316 ആംബുലൻസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനാണ് 517 കോടി. എന്നാൽ ഇക്കുറി ടെൻഡർ പ്രക്രിയയിൽ മറ്റു കമ്പനികളും പങ്കെടുത്ത് മത്സരം വന്നതോടെ 14 അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും 6 നിയോനേറ്റർ ആംബുലൻസുകളും അടക്കം 19 ആംബുലൻസുകൾ അധികം ഉണ്ടായിട്ടും ഈ കമ്പനി കോട്ട് ചെയ്തത് 293 കോടി മാത്രം. ഇന്ധന വിലയിലും സ്പെയർ പാർട്സ് വിലയിലും 5 വർഷം മുമ്പത്തേക്കാൾ ഏതാണ്ട് 30% വർധനവും കൂടുതൽ ആംബുലൻസുകളും ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷത്തേക്കാൾ 43% തുക കുറച്ചാണ് ഇപ്പോൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പദ്ധതിയുടെ മൊത്തം നടത്തിപ്പിന്റെ അത്രയും തന്നെ തുക കമ്മീഷൻ അടിക്കുന്ന പ്രവർത്തനമാണ് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആംബുലൻസ് നടത്തിപ്പിനുള്ള കരാറിൽ അത്ഭുതപ്പെടുത്തുന്ന കുറവുകൾ ഉണ്ടായതിന് പിന്നിൽ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയെയും മുൻ ആരോഗ്യമന്ത്രിയെയും കേന്ദ്രീകരിച്ചാണ് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും സതീശനും ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത്രയധികം തുക കൂടുതൽ കൊടുത്തത് കമ്മീഷനായി പോയെന്ന ഗുരുതര ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്.
നിർണ്ണയിക്കുന്നത്. 2019 ചികിത്സ കമ്പനി ഏറ്റെടുത്തപ്പോഴായിരുന്നു ആദ്യമായി വിവാദമുണ്ടായത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധുക്കൾക്ക് വേണ്ടി വഴിവിട്ട് ഇടപാടുകൾ ഉണ്ടായെന്ന് അന്ന് ഇടതുപക്ഷം ആരോപണം ഉന്നയിച്ചു. പിന്നീട് 2013-15 കാലത്ത് GVK കമ്പനിയാണ് നടപടി ഏറ്റെടുത്തത്. 15 മുതൽ 4 വർഷം ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യവും കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ചേർന്ന് ആംബുലൻസ് നടത്തിയിരുന്നു. ഇക്കാലയളവിൽ വാഹനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ടായി. നടത്തിപ്പ് ഏജൻസിക്കായി 2018 ടെൻഡർ ക്ഷണിച്ചു. ടർബോ, BVG കമ്പനികൾ ടെൻഡർ നൽകിയെങ്കിലും ടർബാക്കോ സാങ്കേതിക യോഗ്യത നേടാനായില്ല. പിന്നീട് വിളിച്ച ടെൻഡറിൽ GVK മാത്രമാണ് പങ്കെടുത്തത്. ഇതിന് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയോടെ കരാർ നൽകുകയായിരുന്നു. മുൻപ് നടത്തിപ്പ് സംബന്ധിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല എന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. 250 കോടി രൂപയുടെ തീവെട്ടി കൊള്ളയാണ് ഈ പദ്ധതിയുടെ പേരിൽ കഴിഞ്ഞ സർക്കാർ നടത്തിയെന്നതും ചെന്നിത്തല പറഞ്ഞു. മുൻപ് 108 നടത്തിയ കമ്പനിക്കെതിരെ CBI കുറ്റപത്രം നൽകിയിരുന്നു. 108 ആംബുലൻസ് അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ മകൻ രവി കൃഷ്ണയുൾപ്പെടെ 3 പേർക്കെതിരെ CBI കോടതിയിൽ കുറ്റപത്രം നൽകി. ആംബുലൻസ് സേവന കമ്പനിയായ ചികിത്സയുടെ മുൻ ഡയറക്ടർ ശ്വേത മംഗൽ, ജീവനക്കാരനായിരുന്ന അമിത് ആന്റണി അലക്സ് എന്നിവരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു. രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ സച്ചിൻ പൈലറ്റ്, രാജസ്ഥാൻ മുൻ ആരോഗ്യമന്ത്രി A. ഖാൻ, മുൻ കേന്ദ്രമന്ത്രി P. ചിദംബരത്തിന്റെ മകൻ കാർത്തി തുടങ്ങിയവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI വ്യക്തമാക്കി. ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെ ആരോപിച്ചിട്ടുള്ള കുറ്റം. ആംബുലൻസ് നടത്തിപ്പ് കരാർ ചികിത്സയ്ക്ക് ലഭിക്കാൻ ദേശീയ ഗ്രാമീണ ആരോഗ്യ പദ്ധതിയുടെ വ്യവസ്ഥകളും ടെൻഡർ മാനദണ്ഡങ്ങളും ഇളവ് വരുത്തിയെന്നാണ് കേസ്. പ്രാഥമിക അന്വേഷണത്തിൽ 2.5 കോടി രൂപയുടെ തിരിമറിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തറിന്റെ പേരും പ്രഥമ വിവര റിപ്പോർട്ടിലുണ്ടായിരുന്നു. BJP നേതാവും ജയ്പൂർ മുൻ മേയറുമായ പങ്കജ് ജോഷി 2014 നൽകിയ പരാതിയിലും അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് 2015 ഓഗസ്റ്റ് 28-നാണ് CBIക്ക് കൈമാറിയത്. ആരോപണ വിധേയരുടെ നിരപരാധിത്വം നിയമ നടപടികളിലൂടെ തെളിയിക്കുമെന്ന് ചികിത്സയുടെ CEO നരേഷ് ജെയിൻ പറഞ്ഞു. ആരോപണങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ കമ്പനി വ്യക്തമാക്കിയിരുന്നു. സച്ചിനും കാർത്തിയും കമ്പനിയുടെ സ്വതന്ത്ര ഡയറക്ടർമാരായിരുന്നു. കാർത്തി 2012 ഫെബ്രുവരിയിലും സച്ചിൻ 2004 മാർച്ചിലും സ്ഥാനമൊഴിഞ്ഞു. ഇരുവരും കമ്പനിയിൽ പണം മുടക്കിയിട്ടില്ല. കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ ഷാഫിയും 2008 ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞതാണ്. കരാർ റദ്ദാക്കുകയല്ല, 2013 കാലാവധി അവസാനിക്കുകയാണ് ഉണ്ടായതെന്നും ആംബുലൻസുകളെല്ലാം മടക്കി നൽകിയിരുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി. കേസന്വേഷണത്തിന് മുന്നോടിയായി രവി കൃഷ്ണ ഉൾപ്പെടെ 2 ഡയറക്ടർമാരുടെ 11.57 കോടിയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജപ്തി ചെയ്തിരുന്നു. ചികിത്സ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ രവി കൃഷ്ണ, ശ്വേത മൻകൽ എന്നിവരുടെ സ്വത്തുക്കളാണ് ജപ്തി ചെയ്തത്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയായിരിക്കെയാണ് ആരോപണങ്ങളുടെ തുടക്കം. BJP സർക്കാർ അധികാരമേറ്റ ശേഷം ജയ്പൂർ മേയർ പങ്കജ് ജോഷി 2014 ജൂലൈ 31 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാജസ്ഥാൻ പോലീസ് കേസെടുത്തത്. 108 ആംബുലൻസ് സർവീസ് നടത്തിപ്പ് ക്രമവിരുദ്ധമായി ഒരു കമ്പനിക്ക് നൽകിയെന്നാണ് കേസ്. ചെലവുകളിൽ കൃത്രിമം കാട്ടിയെന്നും പോലീസ് FIRൽ പറയുന്നു. GVKയും മറ്റ് സംസ്ഥാനങ്ങളിൽ ആരോപണം നേരിടുന്ന കമ്പനിയാണെന്ന് വാർത്തകളുണ്ട്. വയലാർ രവിയുടെ മകന്റെ കമ്പനി ഇടതുമുന്നണി സർക്കാർ ഒഴിവാക്കിയത് അഴിമതിയുടെ പേരിലാണ്. എന്നാൽ അതിനുശേഷം എത്തിയ കമ്പനികളും അഴിമതിയിൽ പിന്നോക്കം പോയില്ല. ആയിരക്കണക്കിന് രോഗികൾക്കാണ് 108ന്റെ സേവനം ലഭിച്ചിട്ടുള്ളത്. 108ൽ പ്രസവം വരെ നടന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സാധിക്കുന്നത് നഴ്സിന്റെ സഹായമുള്ളതുകൊണ്ടാണ്. എന്നാൽ നഴ്സ് ഇല്ലാതാകുന്നതോടെ സാധാരണ ആംബുലൻസിന്റെ നിലവാരത്തിലേക്ക് 108 താഴും. ഇതോടെ 108ന്റെ പണി കഴിയും. ഇത് സ്വകാര്യ ആംബുലൻസുകളെ സഹായിക്കാൻ കൂടി ലക്ഷ്യമിട്ടിട്ടുകൊണ്ടുള്ളതാണ്. അത്യാസന്ന നിലയിലുള്ള സാമ്പത്തിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സഹായിക്കാനാണ് കഴിഞ്ഞ UDF സർക്കാർ കാരുണ്യ ബെനവലന്റ് ഫണ്ട് നടപ്പിലാക്കിയത്. KM മാണിയുടെ സംഭാവനയായിരുന്നു ഇത്. എന്നാൽ ഇതിനെയും പിണറായി സർക്കാർ ഇല്ലാതാക്കി. കാശില്ലെങ്കിൽ മരണമെന്ന നിലപാടാണ് കേരള സർക്കാർ പിന്തുടരുന്നത്. അതുകൊണ്ടാണ് 108 ആംബുലൻസിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. 5 വർഷം മുമ്പ് ഇതേ കമ്പനി കോട്ട് ചെയ്ത തുകയുടെ പകുതിക്കാണ് ഇപ്പോൾ കരാർ നൽകിയിരിക്കുന്നത്. ഇതിൽ അഴിമതിയുണ്ടെന്ന് ചെന്നിത്തല പറയുന്നത് വെറുതെയല്ല.